നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. സ്വാതന്ത്ര്യം എന്ന വാക്കിൽ തന്നെയുണ്ട് ഈ ദിനത്തിന്റെ പ്രാധാന്യം. എത്രയോ ധീരന്മാരായ മുൻഗാമികളുടെ ആത്മസമർപ്പണത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഫലമായാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ മുന്നിൽ നിന്ന മഹാന്മാരുടെ പേരുകൾ സുവർണ ലിപികളാൽ ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി കയറുമ്പോഴും അതിന് വേദിയൊരുക്കിയ ആ മഹാരഥന്മാരെ സ്മരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. ഓരോ വർഷവും ഓഗസ്റ്റ് 15 എന്ന മഹത്തായ ദിനത്തിൽ ഇന്ത്യയുടെ ഇന്നലകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരാണ് ഓരോ ഇന്ത്യൻ പൗരനും. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിന്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടിമുടിയിലെത്തും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞു നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. നമുക്ക് മുൻപേ നടന്നവരുടെ ധീരതയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ആധാരം. എല്ലാവർക്കും NCTVയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. ചെങ്കോട്ടയിൽ 96 പേരുള്ള സംഘമാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് 11ാം വാർഡ് മുപ്ലിയം സൗഹൃദ അംഗനവാടിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അംഗനവാടി അധ്യാപിക VV വനജ, അംഗനവാടി ഹെൽപ്പർ വിജയ, ALMC അംഗങ്ങളായ ബെന്നി ചാക്കപ്പൻ, ഡേവിസ് നടുവിൽ പീടിക, ലില്ലി ബേബി, ശിവദാസൻ മംഗലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ഞിക്കാരൻ ചാക്കപ്പൻ മെമ്മോറിയൽ മെമന്റോ നൽകി ആദരിച്ചു. പിടിക്കപ്പറമ്പ് നവസംസ്കാര സാഹിതി പബ്ലിക് ലൈബ്രറിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഒരുക്കി. സെക്രട്ടറി K ശങ്കരൻ പതാക ഉയർത്തി. പ്രസിഡന്റ് VP പീറ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ലൈബ്രറിയൻ ജോയി C പ്രസംഗിച്ചു. പോങ്കോത്ര ALP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ KC പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TP ഷീജ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. അധ്യാപിക V ഇന്ദുജ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദ് പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ദേശീയ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി ജേക്കബ് ആന്റണി, ബിജു കണ്ണത്ത്, CV ഷാജു, MD വിൻസൻ, CM സെബി, ഷാജു, അരനാട്ടുകരക്കാരൻ KS പ്രകാശ്, ട്രഷറർ KT സണ്ണി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് KM ബാബുരാജ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, സെബി കൊടിയൻ, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ, CP സജീവൻ, അനൂപ് മാത്യു, രശ്മി ശ്രീഷോപ്പ്, സുമ ഷാജു, ഫിലോമിന ഫ്രാൻസിസ്, ഹിമദാസൻ, സെക്രട്ടറി ജോൺ എന്നിവർ പ്രസംഗിച്ചു.
NSS പുതുക്കാട് തെക്കേത്തുറവ് കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ M. രവി ദേശീയ പതാക ഉയർത്തി. T. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. രമ്യ കിളിയാറ സത്യപ്രതിജ്ഞ ചൊല്ലി. അരുൺദാസ് മേനോൻ രക്തസാക്ഷി അനുസ്മരണം നടത്തി. കൃഷ്ണകുമാർ എടാട്ട്, സുനിൽ കെ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. NSS ചെങ്ങാലൂർ കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സെക്രട്ടറി വിജയകുമാർ ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് VV രാജേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ രാജൻ പുത്തൻവീട്ടിൽ, ലീല ബാലകൃഷ്ണൻ, മധുകുമാരി എന്നിവർ പ്രസംഗിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ചുള്ള പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. സുധൻ കാരയിൽ, KV പുഷ്പകിരൺ, അനിൽ കുനിയത്ത്, K കൃഷ്ണൻകുട്ടി, O വിജയൻ, സനൽ മഞ്ഞളി, പിന്റോ മഞ്ഞളി, പ്രിൻസൺ തയ്യാലക്കൽ, ഷെന്നി പനോക്കാരൻ, ഔസേഫ് ചെരടായി, സൈമൺ നമ്പാടൻ, പോൾസൺ തെക്കുംപുറം, മിനി ഡെന്നി, ആൻസ് കണ്ണമ്പുഴ, ഔസേഫ് വൈക്കാടൻ എന്നിവർ സന്നിഹിതരായി. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA-യുടെയും MPTA-യുടെയും പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റായി സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റായി വിദ്യാമാധവ്, SMC ചെയർമാനായി CK സുദേവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഹയർ സെക്കൻഡറി ഇൻചാർജ് K ജയശ്രീ, സമീന തോമസ്, ശ്രീബ ശ്രീകനൻ, KU ഷിഹാബുദ്ദീൻ, DS ബൈജ എന്നിവർ പ്രസംഗിച്ചു. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സാങ്കേതികതയുമായി സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സാങ്കേതിക വിദ്യയുമായി സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൗണ്ട് ജംഗ്ഷനിലുള്ള മൊയലൻ ബിൽഡിംഗിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ആരംഭിച്ചിരിക്കുന്നത്. വേലുപ്പാടം പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എഞ്ചിനീയർമാരായ നിതിൻ, അനില എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ ടീമാണ് ഇവിടെയുള്ളത്. ടേൺകി കൺസ്ട്രക്ഷൻ, പ്രൊജക്ട് മാനേജ്മെന്റ്, എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ, പ്ലാൻ ആൻഡ് എസ്റ്റിമേഷൻ, 3D എലിവേഷൻ, ബിൽഡിംഗ് പെർമിഷൻ ആൻഡ് നമ്പറിംഗ്, വാസ്തു കൺസൾട്ടിംഗ് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും സ്പേസ് എഞ്ചിനീയേഴ്സിൽ ലഭ്യമാണ്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി പ്ലസ് തുടങ്ങി കസ്റ്റമേഴ്സിന്റെ അഭിരുചികൾക്കനുസരിച്ച മികച്ച സേവനം. ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറായി ടേൺകി കൺസ്ട്രക്ഷൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഫുൾ ഇന്റീരിയർ 3D എലിവേഷൻ, പെർമിറ്റ് ഡ്രോയിങ്, നമ്പറിംഗ് ഡ്രോയിങ്, സൂപ്പർവിഷൻ കൂടാതെ ഒരു AC അടക്കമുള്ള 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സേവനങ്ങൾ സൗജന്യം. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനൊപ്പം സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ്, ഗ്രൗണ്ട് ഫ്ലോർ, മൊയലൻ ബിൽഡിംഗ്, പൗണ്ട് ജംഗ്ഷൻ, വരന്തരപ്പള്ളി. ഫോൺ നമ്പർ 8281152987. മറ്റൊരു ഫോൺ നമ്പർ 9995475603. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9250 രൂപയും പവന് 74,000 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.